നമ്മളുടെ മനസ്സിലെ ഇമോഷൻസിനെ നിങ്ങൾക്ക് കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? അതായത് ദേഷ്യം, സങ്കടം, വിഷമം, നിരാശ, പേടി ഒക്കെ ഉണ്ടാവുമ്പോൾ ഇത് ഇന്ന ഇന്ന ഇമോഷൻസ് ആണ് എന്ന് വ്യക്തമായി തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസിനെ കൃത്യമായി മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടോ? എന്നാൽ ഈ ഒരു മാനസിക അവസ്ഥയെയാണ് നമ്മൾ അലക്സൈമിയ അഥവാ ഇമോഷണൽ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. അതായത് ചില ആൾക്കാർക്ക് അവരുടെ ഇമോഷൻസിനെ ഐഡന്റിഫൈ ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ആ ഇമോഷൻസിനെ മറ്റുള്ളവരുമായി എക്സ്പ്രസ് ചെയ്യാനും ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടാവും. ആ അവസ്ഥയാണ് ഈ പറഞ്ഞ അലക്സൈമിയ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊരു രോഗമാണോ എന്ന്, അതായത് ഒരു മാനസിക രോഗമാണോ എന്ന്. പക്ഷെ തീർച്ചയായിട്ടുമല്ല, ഇതൊരു മാനസിക അവസ്ഥ മാത്രമാണ്. നമ്മളുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും മോശം അനുഭവമോ അല്ലെങ്കിൽ അബ്യൂസോ ട്രോമയോ ഒക്കെ ആയിരിക്കാം ഈ ഒരു അലസ്തൈമിയക്ക് കാരണമാവുന്നത്. അതുപോലെ തന്നെ അലസ്തൈമിയ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അവരുടെ ഇമോഷൻസിനെയും അവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ശാരീരിക മാറ്റങ്ങളെയും തിരിച്ചറിയാൻ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാവും. അതായത് നമുക്ക് പേടി ഉണ്ടാവുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഹൃദയമിടിപ്പ് കൂടുന്നതും അതുപോലെ തന്നെ നമ്മൾ സ്വെറ്റ് ചെയ്യുന്നതും ഒക്കെ. പക്ഷെ ഇത്തരം ആൾക്കാർക്ക് അവരുടെ ഹൃദയമിടിപ്പ് കൂടുമ്പോഴും സ്വെറ്റ് ചെയ്യുമ്പോഴും ഒക്കെ അല്ലെങ്കിൽ അതൊരു പേടി കൊണ്ടാണ് അല്ലെങ്കിൽ പേടി എന്നൊരു ഇമോഷൻ കൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുന്ന എന്തോ ഒരു ചെറിയ പ്രശ്നം എന്ന് ഇത്തരത്തിലുള്ള ആൾക്കാർ അതിനെ കണക്കാക്കുള്ളൂ. സോ നിങ്ങളോ നിങ്ങളുടെ സുഹൃത്തുക്കളോ അലക്സൈമിയ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു പ്രൊഫഷണലിന്റെ ഹെൽപ്പ് സീക്ക് ചെയ്യണം. കാരണം നമ്മളുടെ ഇമോഷൻസിനെ നമുക്ക് കൃത്യമായി എക്സ്പ്രസ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ അത് നമുക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും. നമുക്ക് മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും അതുപോലെ തന്നെ നമുക്ക് വിഷാദവും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇത്തരത്തിലുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ അലക്സൈമിയ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യുക. നിങ്ങളുടെ മാനസിക ആരോഗ്യം സംരക്ഷിക്കുക.